സീറോ മലബാർ സഭ കണ്ടമാനം ശ്രമിച്ചിട്ടാണ് ഇതിന് കമ്മീഷൻ ഉണ്ടാക്കിയത്. വളരെ റെപ്രസെൻറ്റേഷൻ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ റെപ്രസെൻറ്റേഷൻ തന്നു അവരാണ്. നമ്മൾ പഠിച്ചാണ് റിപ്പോർട്ട് ചെയ്തത്. ഇപ്പം കുട്ടനാട്ടിലെ പ്രോബ്ലമൊക്കെ എന്ന് പറഞ്ഞാൽ അന്യ മതക്കാരായ സയൻറ്റിസ്റ്റിനെ കുറിച്ച് വിസ്തരിച്ചിട്ടാണ്. കാരണം എല്ലാവർക്കും പ്രയോജനപ്പെട്ട അതുപോലെ തന്നെ മലയോര കർഷകരുടെ പ്രോബ്ലം അതൊക്കെ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ആവശ്യപ്പെട്ട അപ്പോൾ ഇതേക്കുറിച്ചൊക്കെ പഠിച്ച് റിപ്പോർട്ട് ചെയ്തു. ഇനി നടപ്പാക്കേണ്ടത് സർക്കാരിൻ്റെ ചുമതല. പാർഷ്യാലിറ്റി പാർഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ കർഷകരുടെ പ്രോഗ്രാം, കുട്ടനാട് താമസിക്കുന്ന പ്രോഗ്രാം പാർഷ്യാലിറ്റി ഒന്നുമില്ല. പിന്നെ സ്കോളർഷിപ്പിൻ്റെ ബെനിഫിറ്റ്സ്, ചില ന്യൂനപക്ഷ ബെനിഫിറ്റുകൾ മാത്രം പിന്നെ എല്ലാവർക്കും കിട്ടണമെന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ദളിത് കർഷകർക്ക് അവർക്ക് പിന്നെ ദളിത് ക്രിസ്ത്യാനികൾക്ക് അവർക്ക് മറ്റുള്ള ദളിത് ആൾക്കാരോടൊക്കെ ബെനിഫിറ്റ്സ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് പാലാ രൂപതയിൽ നിന്ന് വളരെ ഭയങ്കരമായിട്ട് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ തന്നായിരുന്നു. അതുപോലെ തന്നെ സാറേ ഈ തറപ്പിതാവ് പറഞ്ഞു കമ്മീഷൻ എന്താണെന്നും അറിയത്തുമില്ല, സാറാണെങ്കിൽ വെളിപ്പെടുത്തുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇവർക്ക് ശരിക്കും നടപ്പാക്കാൻ നമ്മൾ 285 പോയിൻ്റാണ് പറഞ്ഞിരിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ എല്ലാ സെക്രട്ടറിമാർക്കും അവർ അയച്ചു കൊടുത്തു. അത് പബ്ലിഷ് ചെയ്തു. അത് ഗവൺമെൻറ് എങ്ങനെ നടപ്പാക്കാമെന്നാണ് ചോദിച്ചേക്കുന്നത്. പിന്നെ എന്ത് ചെയ്തു എന്നറിയത്തില്ല.